ഇറക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമയമാകുമ്പോൾ അല്ലാഹു തആല താഴോട്ടിറക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ശേഷം ഇവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. ഒരുപാട് ഹദീസുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ആദ്യം വന്ന് ദജ്ജാലിനെ വകവരുത്തുകയാണ്. ദജ്ജാൽ ഓടും. ഓടിയിട്ട് ആ ദജ്ജാലിനെ പിടികൂടും ബാബുലുദ്ദിൽ വെച്ച്, അഥവാ ഷാമിന്റെ ഒരു ഭാഗത്ത്, ഫലസ്തീനിന്റെ കിഴക്ക് ഭാഗത്ത് ബാബുലുദ് എന്നൊരു പ്രദേശം, അവിടെ വെച്ച് പിടികൂടി അവനെ വകവരുത്തും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അല്ലാഹു തആല അതിന് കഴിവ് കൊടുക്കുന്നത്. അയാൾ പണി തീരലോടെ ജൂതന്മാര് നട്ടോട്ടോടും, പല ഭാഗത്തേക്കോടും. ജൂതന്മാർ എവിടെയെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ടോ എല്ലാ കല്ലും, എല്ലാ മരവും, എല്ലാ മതിലും ഒക്കെ വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് അൽ മുസ്ലിം ഹാദാ യഹൂദിയുൻ ഫതആൽ ഉഖ്തുൽഹു. ഇവിടെ ഒരു യഹൂദി ഉണ്ട്, അവനെ കൊന്നേക്ക്. പക്ഷേ ഇല്ലൽ ഗർഖദ്, ഗർഖദ് അങ്ങനെ പറയൂല എന്നാണ്. അത് യഹൂദിയുടെ മരമാണ്. യഹൂദികൾ കൂടുതലായി ഇസ്രയേലിൽ നട്ടുപിടിപ്പിച്ചത് നേർക്കുനേരെ കാണെങ്കിൽ പോയൊക്കെ കാണും. അത് വലിയ ഉയരമുള്ള മരമൊന്നുമല്ല, ഏകദേശം ഈ തൂണിന്റെ അത്ര നീട്ടുണ്ടാവും, പിന്നെ അങ്ങോട്ട് ഇലകളും ഉണ്ടാവും. അതെമ്പാടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതും തെരഞ്ഞു പിടിക്കും, രക്ഷ ഉണ്ടാകൂല. യഹൂദികൾ നെട്ടോട്ട് ഓടി, അവർക്ക് ഏറ്റവും കനത്ത പരാജയം അതുകൊണ്ട് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയും തങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുകയും ചെയ്ത ആളുകൾ ലോകത്ത് മുശ്രിക്കുകളല്ല, മുനാഫിക്കുകളും അല്ല, യഹൂദികളാണ്. അന്ന് ഈസാ നബി അലൈഹി